സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദനെ വിളിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഈ സമയം ഇസബലയുമായിട്ട് സംസാരിക്കുകയാണ്. ദേവിക വിളിച്ചില്ല എന്ന് ഇസബല ചോദിക്കുമ്പോൾ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നന്ദൻ പറയുന്നു. ഇത് കേട്ട് ഇസബലയ്ക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ സന്തോഷമാവുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, ദേവിക വിളിക്കുമ്പോഴും നീ ദേവികയുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ എന്നോട് സംസാരിക്കുമ്പോൾ നന്ദന്റെ മനസ്സിൽ എനിക്ക് പ്രാധാന്യം ഉണ്ടാകാൻ തുടങ്ങി എന്നല്ലേ എന്നൊക്കെ ചോദിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസബല്ല. നന്ദൻ അത് കേട്ട് വെറുപ്പാവുന്നുണ്ടെങ്കിലും അവൻ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. പിന്നീട് ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇസബല്ലയാണ് വിളിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ദേവി നന്ദനെ വിളിക്കാതെ ഫോൺ അവിടെ വെച്ച് മാറിപ്പോവുകയാണ്. അവസാനം നന്ദൻ തിരിച്ചു വിളിക്കുമ്പോഴും ദേവിക ഫോൺ എടുക്കുന്നില്ല. പിന്നീട് തന്റെ പാപ്പനോട് ഇസബല്ലയാണെങ്കിൽ നന്ദനെ ഇഷ്ടമാണെന്നും അവനെ സ്വന്തമാക്കണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഇഷ്ടത്തിനും ഞാൻ കൂട്ടു നിൽക്കും, പക്ഷെ ഇത് നിന്റെ ജീവിതം വെച്ചുള്ള കളിയാണ്, അത് വേണോ, നന്ദൻ വിവാഹിതനാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട പാപ്പ, എന്റെ ഇഷ്ടങ്ങൾക്ക് പാപ്പന് ഇതുവരെയും എതിര് നിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദനെ സ്വന്തമാക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എന്ത് തീരുമാനിച്ചാൽ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഐസക് മൗന സമ്മതം കൊടുക്കുകയാണ് ഇസബല്ലയ്ക്ക്. അത് ഇസബല്ലയ്ക്ക് കൂടുതൽ ധൈര്യമാകുന്നു. അങ്ങനെ മുരളിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ശാരികയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇസബല്ലയുടെയും നന്ദന്റെയും കൂട്ടുകെട്ടത്തിനെ കുറിച്ചൊക്കെ തന്നെ. മുരളി പറയുകയാണ്, ശാരികയുടെ കാര്യത്തിൽ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല, ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കാനേ കഴിയത്തുള്ളൂ, കാരണം നമ്മളെല്ലാവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ആ ഒരു പരിമിതി നമുക്കുള്ളത് കൊണ്ട് തന്നെ അവളെ എതിർക്കാനായിട്ട് കഴിയില്ല. പിന്നെ നന്ദന്റെയും ഇസബല്ലയുടെയും കെവിന്റെയും കൂട്ടുകെട്ട് അത് സാധാരണയല്ല, അത് മറ്റെന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്, അതെന്താണെന്ന് എത്ര പെട്ടെന്ന് കണ്ടെത്തണമെന്നൊക്കെ മുരളി പറയുന്നു. അങ്ങനെ ഗവൺമെന്റിന് ഇന്ന് സമർപ്പിക്കാനുള്ള ഫയല് തന്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്, എടുക്കാൻ പോണമെന്നൊക്കെ മുരളിയോട് പറയുന്നുണ്ട്. ഈ സമയം ഇസബല്ലയാവട്ടെ നന്ദനോട് അന്ന് ആവശ്യപ്പെട്ട പ്രകാരം ആ ഗവൺമെന്റ് പ്രൊജക്ടിന്റെ ഫയൽ എടുത്തു മാറ്റാനായിട്ട് നന്ദൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടില്. അതായത് ദേവികയുടെ ഷെൽഫൊക്കെ തന്നെ തപ്പി എല്ലാം തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ നന്ദന്റെ കയ്യിൽ ഒരു ഫയൽ കിട്ടുമ്പോൾ ഇസബല്ലയ്ക്ക് ഫോൺ ചെയ്യണം. ഇസബല്ല, നീ പറഞ്ഞതുപോലെ തന്നെ ആ ഫയൽ ഞാൻ കണ്ടെടുത്തിട്ടുണ്ട്, നിന്റെ പാപ്പൻ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ. ആ ഫയൽ ഞാനിപ്പോ എങ്ങോട്ടാ കൊണ്ടുവരേണ്ടത്, ഇപ്പൊ തന്നെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും. അത് വേണ്ട നന്ദൻ, ഇപ്പൊ അവിടെ വെക്ക്, ഞാൻ പറയുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയണം. ദേവി വരുന്നതിന് മുമ്പ് വേണം, അവളിവിടെ ഇല്ലാത്തത് എത്രയോ ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ കെവിന്റെ ഓഫീസിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഇസബല്ല പറയുന്നു. അങ്ങനെ തന്നെ നന്ദൻ കേൾക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ ആ ഫയൽ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അത് അവിടെ വെച്ചവിടത്ത് കാണുന്നില്ല. അതാണെങ്കിൽ ഇന്ന് ഗവൺമെന്റിന്റെ ആ പദ്ധതി പ്രകാരം സബ്മിറ്റ് ചെയ്യേണ്ട ഫയലാണ്. അങ്ങനെ ഫയല് കാണാതെ വരുമ്പോൾ നന്ദനോട് ദേവിക ചോദിക്കുന്നുണ്ട്, നന്ദു എന്റെ ഫയല് കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുന്ന സമയത്ത് നന്ദനാണെങ്കിൽ തനിക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ നീ സൂക്ഷിക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ കുറ്റപ്പെടുത്തുന്നു. സത്യത്തിൽ ദേവികയ്ക്ക് ചന്ദ്രവത്ത് വീട്ടിൽ പോലും സമാധാനമില്ല, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ദേവികയുടെ ആ ഒരു ഭാവി, രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ തന്നെ നന്ദൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് ഫയല് കാണാത്തതിന്റെ പേരിൽ. നന്ദനാണെങ്കിൽ അത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടെങ്കിലും അവൻ മറ്റൊന്നും തന്നെ ആലോചിക്കുന്നില്ല. സ്വയരക്ഷ ആലോചിച്ച് നന്ദൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നീട് RK നായരുടെ പ്ലാന്റിന്റെ ഉദ്ഘാടന ദിവസമായിട്ട് തന്നെ ഗിരീഷ് ആണെങ്കിൽ അവരുമായിട്ട് തർക്കത്തിലാവുന്നുണ്ട്. RK ആണെങ്കിൽ ഇവിടെ നിന്നും പോകണമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും ഇന്ന് ഉദ്ഘാടനമാണെന്നൊക്കെ പറഞ്ഞ് ഗിരീഷിനെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും, ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാനായിട്ട് കഴിയില്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗിരി വഴക്കുണ്ടാക്കുകയാണ്. ഇതിന് അനുമതി തന്നത് നിങ്ങളുടെ എല്ലാം MLA തന്നെയാണെന്ന് പറയുമ്പോൾ MLA അല്ല അനുമതി തന്നിട്ടുള്ളൂ, പക്ഷെ MLAക്ക് മുകളിൽ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരീഷ് ആണെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഈ സമയം ഗിരീഷിനെ പിടിച്ച് തള്ളുന്നുണ്ട് RK. അങ്ങനെ ഗിരിയുടെ സഹപ്രവർത്തകൻ അയാളെ പിടിച്ച് തള്ളി താഴെ ഇടുകയാണ്. RK നായരെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് പോലീസും മറ്റും ബഹളം ഒക്കെ തന്നെ അവിടെ ഉണ്ടാകുന്നു. ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തായാലും എല്ലാം കൊണ്ട് പ്രശ്നത്തിന്റെ നടുവിലാണ് ദേവിക. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.